ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ മോർ ടെക് കണ്ടംപ്റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു പുതിയ പരീക്ഷണം വന്നിരിക്കുകയാണ്. ഇതൊക്കെ വെച്ച് ഇന്നൊരു പരീക്ഷണം ചെയ്യണം. അതായത് നമുക്കൊരു മൈക്രോസ്കോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ. പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ലേസർ മൈക്രോസ്കോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു സിറിഞ്ച് വേണം. ഇതാ ചെറിയ സിറിഞ്ചാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ലേസറാണ്. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാൻഡാണ്. ഞാൻ നേരത്തെ തന്നെ ചെയ്ത് വെച്ച സ്റ്റാൻഡാണ്. വേറൊന്നുമില്ല, ഇത് നമുക്ക് ലേസർ വെക്കാനുള്ള സ്റ്റാൻഡാണ്. ഇത് നമുക്ക് ഈ ഒരു സിറിഞ്ച് ഇങ്ങനെ ഹാങ്ങിൽ വെക്കാനായിട്ട് ഇതുപോലെ. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഏതാണ് വെള്ളം നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത്, ആ വെള്ളം നമുക്കിങ്ങനെ ഫില്ല് ചെയ്യണം. പിന്നെ ഈ ലേസർ നമുക്ക് ബാറ്ററി കൊടുക്കണം. അതേന്ന് വെച്ചാൽ 5 വോൾട്ടിൻ്റെ 3 ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് പോവാം. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള വെള്ളം ഇതിലൊക്കെ ഫില്ല് ചെയ്യാം. സിറിഞ്ചൊക്കെ ഇവിടെ റെഡിയാണ്. ഇതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള വെള്ളം. നമ്മൾ കുറച്ച് ഇതിലേക്ക് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇതേ തുമ്പത്തുണ്ട് വെള്ളം ഇങ്ങനെ നിൽക്കുന്നത് തുള്ളിയായിട്ട്. ഇതിലേക്കാണ് നമുക്ക് ആ ലേസറിൻ്റെ പോയിൻ്റ് കാണിക്കാനുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 5 വോൾട്ടിൻ്റെ 3 ബാറ്ററി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ലേസർ ഇതുപോലെ അത് ഈ സിറിഞ്ചിൻ്റെ തുമ്പത്തുള്ള വെള്ളത്തുള്ളിയുടെ നേരെയാണ് ഇത് വെച്ചേക്കുന്നത് പോയിൻ്റ്. സ്ക്രീന് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓൺ ആക്കണം. ഞാനിവിടെ പിരട്ടത്താണ്, ഇവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അത് ഓണാക്കാം. ഞാനിവിടെ ലേസർ ഓണാക്കിയിട്ടുണ്ട്. അത് ദാണ്ട് ഈ സിറിഞ്ചിൻ്റെ ആ ഒരു വെള്ളത്തുള്ളിയുടെ അകത്തൂടെയാണ് പോകുന്നത്. എന്നിട്ട് ഈ സ്ക്രീന് കാണിക്കുന്നുണ്ട്. അല്ലേ, ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഓക്കെ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നതും വരെ ബൈ.